ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അവളുടെ സ്വഭാവം എങ്ങനെയാന്ന് അവക്ക് തന്നെ അറിയത്തില്ല. പിന്നെങ്ങനെയാടാ അവളെ കൊണ്ട് ഞാൻ പിറന്നാൾ സദ്യയുടെ കാര്യം പറഞ്ഞോണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്? അച്ഛാ, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അമ്മ ശാലിനിയെ സ്വീകരിക്കുന്ന ഒരു ദിവസം അമ്മയുടെ മുന്നിൽ വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾ എല്ലാവരും. എനിക്ക് അമ്മയോട് ഒരു വഴക്കുമില്ല. ഇപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിപ്പോ എനിക്ക് മാത്രമല്ല, ശാലിനിക്കും അങ്ങനെ തന്നെയാ. വഴക്ക് മുഴുവൻ അമ്മയ്ക്കാ. മോനെ, നിനക്കറിയാലോ നിന്റെ അമ്മയുടെ സ്വഭാവം. എടാ, നമുക്കത് മാറ്റിയെടുക്കാൻ ആവത്തില്ല. അമ്മയുടെ രീതിക്ക് അനുസരിച്ചേ നമുക്ക് മാറാനേ സാധിക്കത്തുള്ളൂ. നിനക്കേ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. ഞാനിവിടെ എന്റെ ഇഷ്ടത്തനുസരിച്ചൊന്നും അല്ല ജീവിക്കുന്നത്, നിന്റെ അമ്മയുടെ ഇഷ്ടത്തനുസരിച്ചാ. എടാ, ഞാനിവിടെ ഒരു പാവയാടാ. അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങളും ഒപ്പം നിന്ന് ഞാൻ കൂടെ നിന്ന് തലയാട്ടുന്നൊരു പാവയാ. നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല അച്ഛൻ പറയുന്നത്. അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. എന്നിട്ട് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ആ കൈവിട്ടുപോയ ജീവിതേ തിരിച്ചു പിടിക്കാൻ പറ്റുമോ ശ്രമിക്ക്. എന്റെ മക്കളെ, അച്ഛൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ചാ. അച്ഛാ, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നേ. പിന്നെ പിറന്നാൾ സദ്യ ഉണ്ണ അച്ഛൻ വരുമോ? അപ്പം ഞാൻ ശാലിനി കൊടുക്കാം. അച്ഛൻ തന്നെ നേരിട്ട് പറയും. അച്ഛൻ പറമോളെ. അതെ, നേരത്തെ തന്നെ സത്യാമ്മ അച്ഛനും കൂടി വരണേ. ഞങ്ങളിതേ കാത്തിരിക്കുക. അതുകൊള്ളാം. അമ്മയുടെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ വരെ നോക്കാം. നോക്കാന്നോ? എന്താ അച്ഛാ, അങ്ങനൊന്നും പറഞ്ഞ പറ്റില്ലേ. അച്ഛനൊക്കെ വരുമെന്ന് പറഞ്ഞോണ്ട് മക്കളിതേ സന്തോഷത്തിലിരിക്കുക. അവരെ ഇനി പറഞ്ഞു ചുമ്മാ വിഷമിപ്പിക്കല്ലേ. അതുമോളെ, പിന്നെ ഞാൻ അച്ഛനോട് സദ്യ ഉണ്ണാൻ വരാൻ പറഞ്ഞേ. അച്ഛാ, പറഞ്ഞ പറ്റിക്കരുതേ, ഞങ്ങൾ കാത്തിരിക്കും. ഇനി തന്നെ സത്യാമ്മയും കൂട്ടണേ. അച്ഛന്റെ പിറന്നാളായിട്ടേ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അതിന് വേണം മക്കളെ, വേണം. അച്ഛൻ വരാൻ കേട്ടോ. ശരി മക്കളെ, എന്നാ അച്ഛൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ അച്ഛ. ഹലോ, കട്ടായമ്മേ. വിഷ്ണുട്ടാ, വരാതിരിക്കില്ല.